എന്റെ പൊന്നു മോനെ എനിക്കൊന്നും അറിയത്തില്ല. എന്റെ അടുത്ത് നിന്ന് ബിജിലിമോൻ പറഞ്ഞു ഇന്നതുപോലൊക്കെ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു. നമസ്കാരം. കേരളത്തില് മഴയ്ക്ക് ശമനമില്ല. ചിലയിടങ്ങളെങ്കിലും ചെറിയ രീതിയിലൊക്കെ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കെടുതികൾ പെതിയെ അവസാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദുരിതബാധിതർക്ക് പൊതുജീവൻ കൊടുക്കാൻ വേണ്ടി ഭരണകൂടം ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതം, ഈ ദുരന്തബാധിതരുടെ ജീവിതം കൂടുതൽ ദുരിതമാക്കാൻ വേണ്ടി കുത്തിത്തിരിപ്പുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് CPM. ദുരിതാശ്വാസ ക്യാമ്പുകളെല്ലാം സന്ദർശിച്ച് അവിടെയുള്ള പ്രായമായവരെയൊക്കെ പ്രലോഭിപ്പിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ ചില ബൈറ്റുകളൊക്കെ ഒപ്പിച്ചെടുത്ത് പച്ച നുണകൾ പ്രചരിപ്പിച്ച് ഈ ദുരിതകാലത്തെയും ഈ ദുരന്തകാലത്തെയും കച്ചവടം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവര്. പിണറായി സർക്കാരിന്റെ ഭരണകാലത്ത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷം രാഷ്ട്രീയം സംസാരിക്കുന്നു എന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. അങ്ങനെ ആരോപിക്കുകയായിരുന്നു CPM. തീവ്ര മഴയാണ് ഇപ്പോ. ഈ മഴയുടെ പശ്ചാത്തലത്തിൽ ഇവിടെ ഇപ്പോ ദുരന്തം അനുഭവിക്കുമ്പോൾ രാഷ്ട്രീയം സംസാരിക്കുകയല്ല, മറിച്ച് തരം താണ രാഷ്ട്രീയം കളിക്കുകയാണ് സത്യത്തിൽ CPM ചെയ്യുന്നത്. പക്ഷെ ഈ രാഷ്ട്രീയ കളിക്ക് തുടക്കത്തിൽ തന്നെ CPM-ലെ അന്തംകമ്മികൾക്ക് വൻ തിരിച്ചടി വാങ്ങിക്കൂട്ടുന്നു, അല്ലെങ്കിൽ അവരത് വാങ്ങി പെരയിലേക്ക് കൊണ്ടുപോകുന്നു എന്നതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. പ്രകൃതി ദുരന്തത്തിൽ നാട് നടുങ്ങി നിൽക്കുമ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനം തകർക്കാനും സർക്കാരിനെതിരെ അനാവശ്യ ജനരോഷം ഇളക്കിവിടാനും ലക്ഷ്യമിട്ട് നടത്തിയിട്ടുള്ള രാഷ്ട്രീയ നാടകം സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ മണിക്കൂറുകൾ നമ്മൾ കണ്ടത്. ആറന്മുളയിലെ ദുരിതാശ്വാസ ക്യാമ്പില് പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഇല്ല എന്നും സർക്കാർ സംവിധാനങ്ങൾ ആരും തന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നും ഒക്കെ ആരോപിച്ച് ഒരു പ്രമുഖ മലയാള ചാനലിലൂടെ അതിന്റെ ക്യാമറയ്ക്ക് മുന്നിൽ രോഷാകുലയായി സംസാരിച്ചുള്ള ഒരു മുതിർന്ന ഒരമ്മ, അവരുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയില് സൈബർ സഖാക്കൾ വലിയ രീതിയിൽ പ്രചരിപ്പിച്ച് വൈറലാക്കാൻ നോക്കിയിരുന്നു. എന്നാൽ ഇത് വെറും നാടകമായിരുന്നു എന്ന വിവരമാണ് പിന്നീട് മണിക്കൂറുകൾക്കകം പുറത്തു വന്നത്. പ്രായമായ ഈ അമ്മയെ നിർബന്ധിച്ച് ക്യാമറയുടെ മുന്നിൽ നിർത്തി CPM തന്നെ കളിച്ചിട്ടുള്ള നാടകമായിരുന്നു അത്ര ഇത്. ഇന്നലെ രാവിലെ ചാനൽ ക്യാമറയ്ക്ക് മുന്നിലെത്തി വളരെ വൈകാരികമായി സംസാരിച്ച ആ അമ്മയുടെ വാദങ്ങളെ തുടർന്ന് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തറിഞ്ഞത്. ആ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്: എന്റെ പൊന്നു മോനെ, എനിക്കൊന്നും അറിയത്തില്ല. എന്റെ അടുത്ത് നിന്ന് ബിജുമോൻ ചില കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനെന്ന് അങ്ങനെ പറഞ്ഞത് എന്ന്. എന്റെ പൊന്നു മോനെ എനിക്കൊന്നും അറിയത്തില്ല. എന്റെ അടുത്ത് നിന്ന് ബിജിലിമോൻ പറഞ്ഞു ഇന്നതുപോലൊക്കെ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു. നോക്കൂ, CPM ഏരിയ കമ്മിറ്റി അംഗവും കോഴാഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വാർഡ് മേലൂക്കര കിഴക്കിൽ നിന്ന് LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും ചെയ്തിട്ടുള്ള ബിജിലി P ഈശോ എന്ന നേതാവാണ് ക്യാമ്പിലെ അന്തരീക്ഷം തകർക്കാൻ വേണ്ടി ഈ അമ്മയെ ചാനൽ ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തി നാടകം കളിച്ചത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. എന്തോന്നിനാ ഈ ഗവൺമെന്റ്? ഞങ്ങൾ ഉണ്ടാക്കിയിട്ടല്ലേ ഇവരെ കയറി പോകുന്നത്. ഇനി ഞങ്ങൾ കണ്ടോളാം. ഇതിനേക്കാൾ എന്ത് ഡീസന്റ് ആയിരുന്നു വിജയൻ എന്നായിരുന്നു രാവിലെ ആ അമ്മ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. ഇതിന് പിന്നാലെ പിണറായിയുടെ മഹാത്മ്യം എന്ന രീതിയിൽ സൈബർ സഖാക്കൾ വലിയ പ്രചരണവും നടത്തി. എന്നാൽ ആ നുണയ്ക്ക് അധിക നേരം ആയുസ്സുണ്ടായിരുന്നില്ല എന്ന് നമ്മൾ കണ്ടു. VD സതീശൻ സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ച് രാവിലെ സംസാരിച്ച അതേ അമ്മയെ ക്യാമ്പിൽ വെച്ച് പിന്നീട് കണ്ടപ്പോ രാവിലെ പറഞ്ഞ പരാതികളെ കുറിച്ചും വിഷമങ്ങളെ കുറിച്ചും ഒക്കെ ചോദിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് എന്നുള്ള കാര്യം പുറത്തു വന്നത്. തനിക്ക് അതേക്കുറിച്ച് ഒന്നും അറിയില്ല എന്നും തന്റെ അടുത്ത് നിന്ന ബിജുമോൻ എന്നൊരാൾ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് താൻ അങ്ങനെ സംസാരിച്ചെന്നും അല്ലാതെ വേറൊരു പ്രശ്നവും അവിടെ ഉണ്ടായിരുന്നില്ല എന്നും ആ അമ്മ തുറന്നു പറഞ്ഞു. മഴക്കെടുതിയിൽ ജനങ്ങൾക്ക് ആശ്വാസ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കേണ്ട ദുരിതാശ്വാസ ക്യാമ്പുകളെ രാഷ്ട്രീയ ലാഭത്തിനായി ബിജിലി ദുരുപയോഗം ചെയ്യുകയായിരുന്നു എന്ന പ്രധാന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ അതിജീവിക്കാൻ നാടൊന്നാകെ കൈകോർക്കുമ്പോൾ ദുരന്തബാധിതരായ സാധാരണക്കാരെ കരുവാക്കി വ്യാജ പ്രചരണങ്ങളും രാഷ്ട്രീയ കുത്തിത്തിരിപ്പുകളും ഒക്കെ നടത്തുന്നത് തടയാൻ പട്ടാളം ഇറങ്ങിയാൽ പോലും കഴിയില്ല എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം അലയടിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങളെക്കാൾ അപകടമാണ് പാർട്ടി ലാഭത്തിനായി ദുരന്തമുഖത്ത് വ്യാജ വാർത്തകൾ ചമയ്ക്കുന്ന ഇത്തരം രാഷ്ട്രീയ തന്ത്രങ്ങൾ എന്നാണ് ആളുകൾ പോസ്റ്റിലൂടെ സോഷ്യൽ മീഡിയയിലേക്ക് ഇപ്പോൾ ഒഴുക്കിവിടുന്നത്. ഈ സംഭവത്തിൽ CPM ഏരിയ കമ്മിറ്റി അംഗമായ ബിജിലി അതിരൂക്ഷമായ വിമർശനമാണ് നേരിടുന്നത്. അതേസമയം ഈ സംഭവം വലിയ വാർത്തയായിട്ടായിരുന്നു CPM മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനി നൽകിയിരുന്നത്. എന്ത് ഡീസന്റ് ആയിരുന്നു വിജയൻ, ജനങ്ങൾ പറയുന്നു എന്ന തലക്കെട്ടോടെ നൽകിയ ആ വാർത്ത ഇങ്ങനെയായിരുന്നു: വെളിച്ചമില്ല, യാതൊന്നുമില്ല, ഞങ്ങൾ ആകപ്പാടെ അനാഥരായി. എന്ത് ഡീസന്റ് ആയിരുന്നു വിജയൻ. ആറന്മുള ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നുള്ള അമ്മയുടെ വാക്കുകളിലുണ്ട് എല്ലാം. ഇന്നലെ രാവിലെ വന്നതാണ്. വെള്ളമില്ല, വെളിച്ചമില്ല, ഒരു സൗകര്യമില്ല. എന്തൊരു സർക്കാരാണ്. ഞങ്ങൾ ഉണ്ടായിട്ടല്ലേ ഇവർ കയറി പോകുന്നത്. ഇനി ഞങ്ങൾ കണ്ടോളാം. ഇതിനേക്കാൾ എന്ത് ഡീസന്റ് ആയിരുന്നു വിജയൻ. പ്രമുഖ ചാനലിൽ നൽകിയ ദുരിതബാധിതയായ അമ്മയുടെ വീഡിയോ ലക്ഷങ്ങളാണ് ഇതിനോടൊക്കെ കണ്ടത്. ഇതാണ് ഇന്ന് കേരളത്തിലെ മനസ്സ്. സഖാക്കളുടെ കള്ളത്തരം കൈയോടെ പിടികൂടിയിട്ടും ദേശാഭിമാനി പക്ഷേ ഈ വാർത്ത ഇതുവരെ പിൻവലിച്ചിട്ടില്ല. ഇതിനിടെ ബിജിലിയുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ചിത്രം പങ്കുവച്ചുകൊണ്ട് ഒരു കോൺഗ്രസ് സൈബർ പേജിൽ വന്നിട്ടുള്ള ഒരു കുറിപ്പ്, അത് രസമാണത്. രാവിലെ ഏഷ്യാനെറ്റ് ന്യൂസിൽ കുളിച്ച് പൗഡറൊക്കെ ഇട്ട്
ഒരുത്തൻ ആറന്മുളയിലെ ദുരിതാശ്വാസ ക്യാമ്പ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിത്തെറിക്കുന്നത് കണ്ട് അവന്റെ വാക്കുകൾ കേട്ടപ്പോഴേ സംശയം തോന്നിയിരുന്നു. അവനെ തപ്പിയിറങ്ങിയപ്പോൾ ഊഹം തെറ്റിയില്ല. പക്ക അന്തംകമ്മി. പ്രളയത്തെ പിന്നെയും തടുക്കാൻ കഴിയും, പക്ഷേ അന്തംകമ്മികളുടെ കള്ളപ്രചരണവും കുത്തിത്തിരിപ്പും തടുക്കാൻ പട്ടാളം ഇറങ്ങിയാൽ നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന്. CPM-ന്റെ വലിയൊരു വ്യാജ പ്രചരണവും കുത്തിത്തിരിപ്പുമാണ് ജനങ്ങൾക്ക് മുന്നിൽ അകാല ചരമമടഞ്ഞത്. Different angles. Don't forget to subscribe and support this channel.